സ്നേഹ, കം ഹിയർ. ഭഗവാനെ, ഇനി ഇങ്ങനെ എന്തിനാണാവോ എന്നെ അങ്ങോട്ടേക്ക് വിളിക്കുന്ന? ഇവളിത് എവിടെ പോയി കിടക്കുവോ? വിളിച്ച വിളിയും കേൾക്കത്തില്ല. സർ, മേ ആ വന്നോ? ഇത്ര നേരം കൊണ്ട് വിളിക്കുവാ തന്നെ ഒരു സിഒ വിളിക്കുന്നതിനുള്ള ബോധമുണ്ടോ നിനക്ക്? അത് പിന്നെ ഞാൻ സാറിന്റെ ക്യാമ്പിലായിരുന്നില്ലേ, പിന്നെ എങ്ങനെ കേൾക്കാനാ? അതുകൊണ്ടാ. അത് പിന്നെ അങ്ങനെയാണല്ലോ, എല്ലാത്തിനും തനിക്കൊരു ന്യായം കാണുമല്ലോ. എല്ലാം ചെയ്തു വെച്ചതും പോരാ. സാർ ഇതെന്നെ ഈ പറയുന്നേ? ഞാൻ എന്താ ചെയ്തതോട് സാറ് പറ. നിന്റെ ആ ഉണ്ട കണ്ണ തുറന്നു നോക്ക്. എന്താ ഇത്? ഇങ്ങേർക്കെന്താ കണ്ണില്ലേ? സാറിനെ കണ്ടിട്ട് എന്താ തോന്നുന്നേ? ഇത് ടേബിള്, ഇത് ചെയറ്. അതല്ല, ഈ ഫയൽസ് ഒക്കെ ആരാ തറയിലിട്ടത്? ആ, എന്നോടാണോ ചോദിക്കുന്ന? എനിക്കറിയാൻ പാടില്ല ഇതെങ്ങനെ വന്നൂന്ന്. ഡിഡി അധികം പൊട്ടി കളിച്ചുണ്ടല്ലോ. അയ്യോ, പൊട്ടി കളിച്ചതല്ല സാറേ, എനിക്കറിയാൻ പാടില്ല ഇതെങ്ങനെ സംഭവിച്ചു. നിന്റെ ടാബിള ഇത്. നീ ഇരിക്കുന്ന ടാബിളിലെ ഫയൽസ് നീ അറിയാതെ എങ്ങനെ പറന്നു വന്ന് താഴെ വീയോ? ആ, എനിക്കറിയില്ല. അതിവിടെ ഫയൽസിനോട് ചോദിക്കേണ്ടി വരും. ഡിഡി മതി നിന്റെ ഓവർ ആക്ടിങ്. സത്യം പറയുന്നതാ നിനക്ക് നല്ലത്. ഇതിന്റെ സത്യം ഞാൻ അറിഞ്ഞുള്ള പണിഷ്മെന്റ് ചേർന്നൊന്നായിരിക്കില്ല. എന്റെ പൊന്ന് സാറേ, എനിക്ക് അറിയത്തില്ല സാറേ, സത്യമായിട്ട് എനിക്ക് അറിയത്തില്ല. ഓക്കെ ഫൈൻ, നിനക്കറിയില്ല, നോ പ്രോബ്ലം. ഇവിടെ CCTV ഉണ്ടല്ലോ, അതിൽ വേണേ എനിക്ക് ചെക്ക് ചെയ്യാം ആരുടെ ഫയൽസ് ആരൊക്കെയാ തറയിലിട്ടേന്ന്. ഓ, ചെക്ക് ചെയ്തോ? എനിക്കൊരു പ്രശ്നമില്ല, വേണേ ഇപ്പൊ തന്നെ ചെക്ക് ചെയ്തോ. ഇഷാനി, ഒന്നിങ്ങ് വന്നേ. ആ സർ, വരുവാ. താനല്ലേ ഈ ടാബിളിന്റെ തൊട്ടിപ്പുറത്തിരിക്കുന്ന ആള്? തനിക്കറിയാവോ ഈ ഫയൽസ് ഒക്കെ എങ്ങനെ തറയെ വന്നേന്ന്? അതെ പിന്നെ സാർ, ഇവളിനി എന്താണാവോ പറയാൻ പോകുന്നത്? കർത്താവിനറിയാം. ദേവിയെ, നല്ലത് ചെയ്ത നല്ലത് കിട്ടണേ. താൻ ആരെയും പേടിച്ചിട്ട് ഒന്നും പറയാതിരിക്കൊന്നും വേണ്ട. ഞാനല്ലേ ചോദിക്കുന്ന, താൻ പറഞ്ഞോ. ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. അതെ, നിന്നെ ഉദ്ദേശിച്ചിട്ട് തന്നെ. എന്തേ, വല്ല പ്രശ്നമുണ്ടോ നിനക്ക്? ഓ, ഞാൻ വല്ല വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ ഇങ്ങനത് താങ്ങത്തില്ല. നോക്കുന്നത് കണ്ടില്ലേ ഉണ്ടക്കണ്ണി. ഇഷാനി, താൻ പറഞ്ഞോ. അത് പിന്നെ സാർ, സാറ് വിളിച്ചിട്ട് സ്നേഹ ഇവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോ അവളുടെ ഷാള് കൊണ്ട് അറിയാതെ തട്ടിയതാ. അവളെ ഞാനത് കണ്ടിട്ട് വിളിച്ചായിരുന്നു. അപ്പേക്കും അവള് ലിഫ്റ്റ് കയറിപ്പോയി. ഇതൊക്കെ എപ്പോ? ഇവക്ക് എന്നെ ഒന്ന് ഉച്ചത്തിൽ വിളിച്ചായിരുന്നേ ഞാൻ കേക്കുമായിരുന്നല്ലോ. ഇത് പിങ്ങയുടെ കയ്യിൽ എനിക്ക് കേൾക്കണല്ലോ ദൈവമേ. കേട്ടല്ലോ, നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് മനസ്സിലായോ നിനക്ക്? അത് പിന്നെ സത്യമായിട്ട് ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല സാറേ. സാർ അവള് പറഞ്ഞത് കേട്ടതല്ലേ എന്റെ ഷാള് കൊണ്ട് അറിയാതെ പറ്റിയതാന്ന്. ആർക്കറിയാം ഷാളോട് പറ്റിയതാണോ അതോ അറിഞ്ഞോണ്ട് ചെയ്തതാണോന്ന്? ആ പിന്നെ, എന്റെ ഫയൽസ് തന്നെ എനിക്ക് തട്ടിയിടാൻ എനിക്കെന്താ പ്രാന്താണോ? ഇങ്ങനെ എന്തൊക്കെയാ പറയുന്ന? എന്തേലും പറയാനുണ്ടേ അത് കുറച്ച് ശബ്ദത്തിൽ പറയായിരുന്നേ ഞങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കായിരുന്നു. എന്റെ പൊന്നു സാറേ, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. ഇതെന്റെ കയ്യിൽ നിന്ന് സംഭവിച്ചു പോയെങ്കിൽ സോറി. ഇതിനെങ്ങനെ പണിഷ് ചെയ്യണോന്ന് എനിക്ക് അറിയാനിട്ടൊന്നുമല്ല. ഫസ്റ്റ് ടൈം അല്ലേ, അതുകൊണ്ട് മാത്രം ഞാൻ എന്നെ വെറുതെ വിടുവാ. അയ്യോ സാറേ, വേണ്ടായിരുന്നു. ഈ പാവം പിടിച്ച പിയോട് എന്തിനായി കരുണ? ഡെഡി അടക്കാക്കുരുവി, മര്യാദക്ക് ഫയൽസ് ഒക്കെ എടുത്തു വെച്ച് സൈൻ ചെയ്യാൻ നോക്ക്. കൂടുതൽ സംസാരം വേണ്ട, കേട്ടല്ലോ? ഓ ശരി സാറേ. പിന്നെ താങ്ക് യു ഫോർ എന്നെ വെറുതെ വിട്ടതിന്. നോക്കി പഠിപ്പിക്കുന്ന ഞാനൊരു താങ്ക് യു അല്ലേ പറഞ്ഞുള്ളൂ. ഒരു താങ്ക് യു പറയാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കിവിടെ ഇല്ലേ? സാറ് നിന്നെ വെറുതെ വിട്ടല്ലേ? ഞാൻ വിചാരിച്ചു നീ അവിടെ പെട്ടുപോയെന്ന്. അത് തന്നെ, സാധാരണ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് മറ്റോ ഇങ്ങനെ സംഭവിച്ച ഞങ്ങളുടെ കാര്യം തന്നെ കട്ടപ്പോക്കെയാ. എന്റെ പൊന്നു പിള്ളേരെ, ഞാനിവിടെ പുതിയതായതുകൊണ്ടാ അങ്ങേരെന്നെ വെറുതെ വിട്ടത്. അഥവാ അങ്ങേരെന്തേലും പറഞ്ഞ് ഞാൻ ഇവിടുന്ന് റിസൈൻ ചെയ്ത് പോയാലോ എന്ന് അങ്ങേർക്ക് നല്ല പേടിയാണ്. ഇനിയിങ്ങനെ ഇവിടെ പിടിച്ചു നിന്ന നീ ഒരു സംഭവം തന്നെയാന്ന് ഞങ്ങൾ സമ്മതിച്ചു തരും മോളെ. അതിനാടി നീ അങ്ങനെ പറഞ്ഞേ? ഇവിടെ ഈ സാറ് വന്നതിന് ശേഷം ആകെ 2 PA ഗേൾസ് ആയിട്ട് വന്നത്. ഇങ്ങനെയുടെ പണിഷ്മെന്റ് കാരണം റിസൈൻ ചെയ്തതാ ആദ്യത്തെ PA. അങ്ങനെ ഒരു അവസ്ഥ നിനക്ക് വരാതിരിക്കാൻ ഞങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കാം. ഡിഡി, ശവത്തി കുത്താതെ എന്നെ ഇവിടുന്ന് നിങ്ങൾ പീഡിപ്പിച്ച് ഓടിച്ചു വിടുവോ? ഏയ്, അങ്ങനെയൊന്നുമില്ലടി. ഇവിടുത്തെ ജസ്റ്റ് ഒരു കൺസെപ്റ്റ് നിന്നോട് പറഞ്ഞേ ഉള്ളൂ. എന്തൊക്കെയാലും എന്നെ ഇവിടുന്ന് അങ്ങനെ എങ്ങനെയൊന്ന് പറഞ്ഞു വിടാന്ന് അങ്ങനെ സ്വപ്നം കാണുക വേണ്ടെന്ന് പറഞ്ഞേരാ അങ്ങേരോട്. അത്രക്ക് കോൺഫിഡന്റ് ആണ് നീ തന്നെ ചെന്ന് പറ. അയ്യടാ, ഒരു വയക്ക് കിട്ടിയതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല, പിന്നെയല്ല എടുത്തത്.
ഇത് അങ്ങേരുടെ അക്കൗണ്ടാണല്ലോ, നമ്മുടെ സിയോടെ. എന്തായാലും ഒന്ന് എടുത്ത് നോക്കിയേക്കാം. നല്ല അടിപൊളി ലുക്കാണല്ലോ. ചതി പൂസ. എത്ര പെൺപിള്ളേർ ഇങ്ങനെ കയ്യിലെടുത്തോ എന്തോ. ഞാനെന്തിനാ ഇങ്ങനെ പൊക്കിയടിക്കുന്നത്? മൂഷികൻ. അങ്ങയുടെ സ്വഭാവം നന്നാക്കണം. ലുക്കിലൊക്കെ എന്തിരിക്കണം കാട്ടാളൻ. ഹലോ പ്രൊഫസറെ, എപ്പിടെ ഇருக்கு? സൗഖ്യമാ? ആഹാ, എന്റെ നാടി തമിഴൊക്കെ പഠിച്ചു പോയല്ലോ നീ. പിന്നെ ഈ സ്നേഹാര മോളെ, ചിന്ന ടൈം മതി ഈ സ്നേഹത്തിൽ ലാംഗ്വേജ് ഒക്കെ സിമ്പിളായി പഠിച്ചെടുക്കാൻ. ആഹാ, എങ്കിൽ പിന്നെ നിന്റെ തമിഴ് കേട്ടിട്ടാണ് കാര്യം. നീ ഒരു കാര്യം ചെയ്യ്, ഈ കോള് മുഴുവൻ നീ തമിഴ് പേശിയാ മതി. എപ്പടി പറ്റുമോ നിനക്ക്? അതെന്നാ ടോക്കാസേട്ടാ, ഞാൻ പഠിച്ചു വരണതല്ലേ ഉള്ളൂ. ചേട്ടൻ കണ്ടോ, തമിഴ് മുഴുവൻ പഠിച്ചിട്ട് ഈ സ്നേഹ നാട്ടിലേക്ക് വരണുള്ളൂ. ഷുവർ. നീയെ തമിഴ് പഠിക്കാനല്ല, വർക്ക് ചെയ്യാൻ വേണ്ടിയാ അങ്ങോട്ടേക്ക് പോയേക്കുന്നെ. ആ ബോധം ഉണ്ടോ നിനക്ക്? ഓ, അതൊക്കെ ഉണ്ട് പ്രൊഫസറെ. അല്ല, അമ്മ എവിടെ? അമ്മയൊക്കെ നേരത്തെ കിടന്നു. അല്ല, നീ അവിടെ ഓക്കെ ആണല്ലോ അല്ലേ? വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? അങ്ങനൊന്നുമില്ല ഏട്ടാ, ചെറുതായിട്ടൊരു ബോറടി ഉണ്ട്. പക്ഷെ അത് ഓഫീസിൽ ചെല്ലുമ്പോ മാറിക്കോളും. ഈ ഫോൺ ഇതെവിടെ പോയി? ഒരു സാധനം വെച്ചെടുത്ത് കാണണല്ലോ. വീട്ടിലും അങ്ങനെയായിരുന്നു, ഇവിടെ വന്നപ്പോ ഇവിടെ ഇങ്ങനെയായോ? എവിടുന്നോ റിങ് അടിക്കണ്ടല്ലോ. ഇതെവിടെ പോയി? അത് ശരി, ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? എത്ര നേരം കൊണ്ട് നോക്കുവാ പണ്ടാരം. ഇനിയിപ്പോ ഈ നേരം ഇല്ലാത്ത നേരത്ത് ഇതാരാണോ വിളിക്കുന്ന? ആരാ വിളിച്ച്? മിസ് കോൾ ഒന്നും കാണുന്നില്ലല്ലോ. ദൃശ്യാണല്ലോ. ഇവളെന്താ ഈ നേരത്ത്? ഹലോ, എന്നാടി? സ്നേഹ, നീ ഇപ്പോ എവിടെയാ? ഞാൻ വീട്ടിലെ. ഡേ ഇപ്പൊ ഇറങ്ങാൻ നിക്കുവാ. എന്തോ ചെടി? ഡി, അതിന്റെ സ്കൂട്ടി ചെറുതായിട്ടൊന്ന് പണി തന്നു. ഞാനിപ്പോ ഇതേ വൈകി നിക്കുവാ. എന്ത് ചെയ്യണോന്നൊരു പിടുത്തവും ഇല്ല. ശരി, വല്ല ടാക്സിയോ ഓട്ടോ മറ്റോ കിട്ടുമായിരുന്നോ നോക്കായിരുന്നില്ലേ? അതിനെന്റെ കയ്യിൽ ക്യാഷ് വേണ്ടേ? ബാഗാണെ വണ്ടിയിലെ ഡിക്കിയിലിരിക്കുക. വണ്ടിയാണെ റിപ്പയറിനും കൊടുത്തു. വാവ്, അടിപൊളി. എന്നാ പിന്നെ നീ നിൽക്കുന്ന സ്ഥലത്തിന്റെ ലൊക്കേഷൻ സെൻഡ് ചെയ്യ്, ഞാൻ നിന്നെ ഒന്ന് പിക്ക് ചെയ്യാം. ആടി, ഞാൻ അയക്കാം. നീ വേഗമായോ, ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയില്ലേ? ഇനിയും ലേറ്റ് ആയാ ബോസ് കേറ്റവും തോന്നില്ല. അതുകൊണ്ട് നീ മാക്സിമം സ്പീഡിൽ തന്നെ വന്നോ. ഡിഡി, നീ എന്നെ കൊലക്ക് കൊടുക്കോ? അല്ലടി, നമ്മുടെ സേഫ്റ്റി നമ്മൾ വേണല്ലോ നോക്കാൻ. ആടി, നീ ഒരു 5 മിനിറ്റ്. സ്നേഹയുടെ പറന്നെത്തി. ഡി സ്നേഹ, താങ്ക് യു ഡി. നീ ഇല്ലായിരുന്നേ ഞാൻ അവിടെ പെട്ടുപോയനെ. താങ്ക്സ് ഒന്നും വേണ്ടടി. ഒരു താങ്ക്സ് അല്ലേ, നീ അത് വെച്ചോ. അയ്യടാ, താങ്ക്സ് വേണ്ടെന്നാ പറഞ്ഞത്. പകരം ഇവിടെ ഉച്ചക്ക് നല്ല അടിപൊളി ഹൈദരാബാദ് ചിക്കൻ ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ട് ഉണ്ട്. അവിടെ കൊണ്ടുപോയി എനിക്ക് ചിക്കൻ ബിരിയാണി മേടിച്ചു തരാമോ? ദൈവമേ, മൂർഖനെയാണല്ലോ ഞാൻ ചവിട്ടിയത്. എന്ത് പറ്റി മാഡം? വല്ല ബുദ്ധിമുട്ടും? എന്ത് ബുദ്ധിമുട്ട്? ഞാൻ മേടിച്ചു തരാനേ. ഡൺ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എങ്കിൽ പിന്നെ വേഗം നടന്നോ. ആ കാലമണം വരുന്നതിന് മുമ്പേ നമുക്ക് ഇവിടുത്തെ വേഗം എസ്കേപ്പ് ആവാം. ഭഗവാനെ, സാറ്. നിങ്ങളുടെ സാറ് തന്നെ. ആ കാലമഴന്റെ കാര്യം തന്നെയാ ഞാൻ പറഞ്ഞേ. അങ്ങനെ കാലം വന്നാലേ നമ്മൾ അകത്തേക്ക് കയറ്റാനേ പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് വേഗം എസ്കേപ്പ് ആവാം. നീ എന്റെ പുറകെ വന്നോ. നിന്നെ ഞാൻ ഇവിടുന്ന് കുറെ എസ്കേപ്പ് ആക്കാം. അതല്ല, എന്റെ പുറകെ സാറ്. ഹായ് സാർ, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. സാറോ? ഇങ്ങേരിതിപ്പ എവിടെ നിന്ന് കിട്ടിയെടുത്ത്? എവിടെ പോവാ? 2 എണ്ണം കൂടി ആടിപ്പാടി. അത് പിന്നെ സാർ അകത്തോട്ട് പോവായിരുന്നു. ഇപ്പോ ടൈം എന്തായി? ടൈം എന്തായി? നിന്റെ കയ്യിലല്ലേടി വാച്ചിരിക്കുന്നോ? അതിൽ നോക്കാൻ മേലായോ ടൈം? അത് ശരിയാണല്ലോ. ടൈം ഇപ്പോ 9:30. എത്ര മണിക്കാ നിന്റെ ഷെഡ്യൂള്? 8:30. 1 hour ലേറ്റ്. ദൃശ്യ, തനിക്കെന്ത് പറ്റി? എപ്പോഴും നേരത്തെ വരുന്നതാണല്ലോ. അത് പിന്നെ സാർ, വരുന്ന വഴിക്ക് വണ്ടിക്ക് ഒരു ചെറിയ പണി കിട്ടി, അതുകൊണ്ടാ. അത് തന്നെയാണോ, അതോ ഇവളുടെ കൂടെ കൂടി നീയും അറിഞ്ഞോണ്ട് ലേറ്റ് ആയതാണോ? അങ്ങനെയാണെ തന്നെ ഇയാൾ എന്നാ ചെയ്യും? കണ്ണൂട്ടാ. എന്തേലും പറഞ്ഞായിരുന്നോ? ഇല്ല സാർ, സാറ് കണ്ടിന്യൂ. ദൃശ്യ, താനിപ്പോ അകത്തേക്ക് ചെല്ല്. സാർ, അപ്പോ സ്നേഹ? അവളെ വിടണോ വിടണ്ടേന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. താൻ ചെല്ല്. ശരി സാർ, താങ്ക് യു. പുലിമടിയില് ധീരനായ പുലിയുടെ മുമ്പിൽ എന്നിട്ടിച്ച് പോകണല്ലേ കുരിപ്പൻ.
ഡി സോറി ഡി, എനിക്കിപ്പോ ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എന്താണെന്ന് എനിക്ക് ഉച്ചയ്ക്ക് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി മേടിച്ചു തരും, ഷുവർ. ബിരിയാണിയേക്കാൾ എനിക്കിപ്പോ വലുത് എന്റെ ജീവനാടി, ഒന്ന് രക്ഷിക്കടി. സോറി മുത്തേ, എനിക്ക് ഒരുപാട് വർക്ക് പെൻഡ് ചെയ്യാനുണ്ട്. എന്നാ ഞാൻ പോകുവാണേ, ബൈ ബൈ. പോകുന്ന കണ്ടില്ലേ തിണ്ടി പട്ടി ചിറ്റ നാളി. അവളെ നോക്കി ദഹിപ്പിച്ചത് മതി, അവള് പോയി. ആ എനിക്ക് കണ്ണ് കാണാം, ഞാൻ കണ്ടു. ഡേ ഇപ്പൊ തന്നെ നിന്നെ വിടാന്നാ വിചാരിച്ചത്. ഇനിയിപ്പോ ഈ ഡേ മുഴുവൻ നീ ഇങ്ങനെ ഇവിടെ തന്നെ നിന്നോ? അയ്യോ സാറേ, അങ്ങനൊന്നും പറയല്ലേ. 2 മണിക്കൂർ കൂടുതൽ നിന്നോ എന്റെ കാലൊളുക്കും, സത്യം. ഉളുക്കട്ടെ, നിന്റെ കാലൊളിക്കാൻ എനിക്കെന്താ പ്രശ്നം? നിന്റെ ബോസായ ഇത്രയും വലിയ കമ്പനിയുടെ സിഒ ആയ എന്നോട് ഇങ്ങനെയൊക്കെ പറയുമ്പോ സൂക്ഷിക്കണം. അയ്യോ അങ്ങനൊന്നും പറയല്ലേ സാറേ, ഞാൻ നേരത്തെ ഇറങ്ങിയതാ. ആ ദൃശ്യ കാരണം അവളെ ഞാനാ പിക്ക് ചെയ്യാൻ പോയ, അതുകൊണ്ടാ ഇത്ര ലേറ്റ് ആയേ. അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞാൻ പറഞ്ഞോ തന്നോട് അവളെ പിക്ക് ചെയ്യാൻ പോവാൻ ഇല്ലല്ലോ. എന്തുവാ സാറേ, ഇത്രയും കണ്ടി ചോരില്ലാത്തവനാവല്ലേ സാറേ. ഒന്നുമില്ലേലും സാറിന്റെ പി അല്ലേ ഞാൻ, എന്നിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് മോശോട്ടോ സാറേ. നോ പ്രോബ്ലം, ഞാൻ സഹിച്ചു. എന്ത് പറ്റി ഡാനി, എന്താ ഇവിടെ ഒരു പ്രശ്നം? ഏയ് ഒന്നും ലിസ്റ്റല്ല, നീ പൊക്കോ. ഏയ് എന്തോ പ്രശ്നമുണ്ടല്ലോ. ഇവിടെ എന്തിങ്ങനെ പുറത്ത് നിൽക്കുന്നോ? അതെന്താ മാഡം, എനിക്കെന്താ ഇവിടെ നിന്നൂടായോ? അതിനെതിരാ മോളെ നീ ഇങ്ങനെ ചൂടാവുന്ന? എന്ത് പറ്റി ഡാനി, നീ ഇവിടെ അടിച്ച് പുറത്താക്കിയോ? എന്നെ അടിച്ച് പുറത്താക്കിയതാണെങ്കിലും മാഡത്തിന് എന്താ കുഴപ്പം? മാഡത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സ്നേഹ ഷട്ടപ്പ്. സ്റ്റെല്ല നീ പൊക്കോ, ഇതെനിക്ക് ഡീൽ ചെയ്യുന്ന പ്രശ്നമേ ഉള്ളൂ. ശരി ഡാനി, ഞാൻ പോവുക. അല്ലേലും ഇവൾക്കൊക്കെ ഇങ്ങനെ പുറത്ത് നിൽക്കാനേ യോഗമുള്ളൂ. ഈ പെണ്ണുങ്ങളെ ഇത്. സ്നേഹ കൺട്രോൾ കൺട്രോൾ. സാറേ പ്ലീസ് സാറേ, ഇനിയും ഇന്നൊന്ന് അകത്തേക്ക് കേറ്റാവോ? അല്ലെങ്കിൽ ഓരോരുത്തരുമാരും വന്ന് ഇങ്ങനെ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. എന്നെ നാണം കെടുത്തല്ലേ സാറേ, പ്ലീസ്. എനിക്കൊന്ന് ആലോചിക്കണം. സാറേ ഞാൻ വേണേ സാറിന്റെ കാല് പിടിക്കാം, പ്ലീസ്. ആഹാ, കാലൊക്കെ പിടിക്കോ നീ? അങ്ങനെയാണ് എന്റെ കാലൊന്ന് പിടിക്കേ, ഞാൻ കാണട്ടെ. അയ്യടാ, കണ്ടേച്ചാലും മതി, പിടിക്കാൻ പറ്റൊരു കാല്. വല്ലപ്പോഴും ആ ഷോക്സ് ഒക്കെ ഒന്ന് കഴുകാനുണ്ട് സാറേ. ഓ ശരിയാണല്ലോ, ഇതിനെ കൈകയിലായിരുന്നല്ലേ, നാണം കിട്ടും. ആ ചമ്മിയ ഫേസ് കാണാൻ എന്താ ഒരു ചന്തം. ഡിഡി അധികം ചിരിക്കണ്ട, ഇപ്പത്തെ നിന്റെ അവസ്ഥ അറിയാലോ നിനക്ക്. ഇങ്ങനെ കൊണ്ടുവന്ന് എന്നെ എങ്ങനെ അകത്തേക്ക് കയറ്റണമെന്ന് എനിക്കറിയാം. എന്നെ നടി നോക്കി പേടിപ്പിക്കുന്ന ഉണ്ട കണ്ണി. സാറേ പ്ലീസ് സാറേ, എന്നെ ഒന്ന് അകത്തേക്ക് കയറ്റ്. സാറിന്റെ അകത്തേക്ക് കയറ്റില്ലേ നിങ്ങളൊരു ദുഷ്ടനായ ദ്രോഹിയായ ഒരു സിഒ ആണെന്ന് ഈ നാട്ടിലെ എല്ലാവരോടും ഞാൻ പറഞ്ഞു കൊടുക്കും. ഈ നാട്ടിലുള്ള എല്ലാ കമ്പനികളോടും ഞാൻ പറഞ്ഞു കൊടുക്കും നിങ്ങളൊരു ദുഷ്ടനായ സിഒ ആണെന്ന്. ഇവിടെ എന്താ നടക്കണേ? പിന്നെ ഇവിടുത്തെ കമ്പനിയുടെ MD ഉണ്ടല്ലോ, അങ്ങയോട് ഞാൻ പറയും ഈ പാവപ്പെട്ട ഈ പിയെ ഇവിടുത്തെ സിഇഒ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുകയാണെന്ന്. ഇവളെ കൊണ്ട് ഡാനി കുറെ പാട് വീടും. ഡിഡി പതുക്കെ പറ, വെറുതെ അനാവശ്യങ്ങൾ വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ. ഇത്രയ്ക്ക് പറഞ്ഞിട്ടും സാറിനെ വിടാൻ ഉദ്ദേശമില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് വിളിച്ചു പോവും. നിങ്ങൾ എന്റെ വേണ്ടാത്ത സ്ഥലത്ത് കൈവച്ചു. എന്തേ വേണോ? കർത്താവെ, ഈ പെണ്ണാള് കൊള്ളാലോ. ഞാനിതിൽ ഇടപെട്ട ഇവളെന്നെ വല്ല റേപ്പ് കേസിലും കൊടുക്കും. സ്റ്റീഫ മോനെ, എസ്കേപ്പ്. സാറേ സ്റ്റീഫ സാറേ, സാറേ അങ്ങോട്ട് പേടിച്ചോടുന്ന. പേടിച്ചോടാനോ? ആര്? ഈ സ്റ്റീഫനോ? ഞാൻ പേടിച്ചോടുന്നല്ല, എനിക്ക് കുറച്ച് അത്യാവശ്യമായിട്ട് കുറച്ച് വർക്ക് ചെയ്ത് തീർക്കാനുണ്ട്, അതിന് പോവാ. ഓ ആയിക്കോട്ടെ സാറേ, ചെല്ല് ചെല്ല്. എന്താ ഡാനി സാറേ ഒന്നും മിണ്ടാത്ത? സാറിനെ വിടാൻ ഉദ്ദേശമുണ്ടോ അതോ ഇല്ലേ? കർത്താവെ, ഇവളുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോ ഇത് പറഞ്ഞ പോലെ ചെയ്യുന്ന തോന്നുന്നു. തൽക്കാലം ഇതിനങ്ങ് വെറുതെ വിടാം. എന്താ സാറേ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം വിളിച്ചു പോവട്ടെ? വേണ്ട, നീ പൊക്കോ. അപ്പൊ മിസ്റ്റർ ഡാനിയൽ വെർഗീസിന് പേടിയൊക്കെ ഉണ്ട്? പിന്നെ നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ടാ. അല്ലേലും പുഷ്പ താഴ്ന്ന് തരത്തില്ലല്ലോ ബോസേ. ഡി മര്യാദക്ക് പറഞ്ഞനുസരിക്ക്, അകത്തോട്ട് പോവാൻ നോക്ക്. അപ്പോ ശരിക്കും ഞാൻ അകത്തോട്ട് പൊക്കോട്ടെ സാറേ? ഈ തവണത്തേക്ക് മാത്രം നീ പൊക്കോ. സാറേ താങ്ക് യു, ലവ് യു, ബൈ. വാട്ട്? സോറി സാർ, വീട്ടില് അമ്മയോടും ചേട്ടനോടൊക്കെ പറയുന്ന ആ രീതിയിൽ പറഞ്ഞു പോയതാ, സോറി. വീട്ടിലത്തെ സ്വഭാവം തന്നെയാ നീ ഇവിടെ എടുക്കുന്നതെന്നും എനിക്ക് മനസ്സിലായി. അത് ഇവിടെ എടുക്കാൻ നിക്കണ്ട, കേട്ടല്ലോ. ഓ ആയിക്കോട്ടെ ബോസ്. ഞാനെങ്കിലും അങ്ങേരോട് ലവ് എന്നൊക്കെ പറയാൻ പോയെ. വീട്ടിലത്തെ സ്വഭാവം ഇവിടെ എടുക്കാതെ വിചാരിക്കത്തോറും എടുത്തു പോവാണല്ലോ.
അങ്ങേരനെ പറ്റി എന്ത് വിചാരിച്ചു കാണും? അല്ലേലും അങ്ങേരെന്ത് വിചാരിച്ചാലും എനിക്കെന്താ കാട്ടാളൻ. എടി സ്നേഹ, നിന്നെ സാറ് വെറുതെ വിട്ടോ? അതിനാടി നിന്നെ വിട്ടില്ലേ, അതേപോലെ എന്നെ വിട്ടു. ഡി, നിന്നെ സാറ് വെറുതെ വിട്ടത് തന്നെയാണോ അതോ? ആ ഒരു ഡൗട്ട് എനിക്കുണ്ട്. നിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോ വെറുതെ എന്നെ മാത്രം കുറ്റം പറഞ്ഞുണ്ടല്ലോ. നിങ്ങളുടെ ബോസ് ആരാണ് നിങ്ങളുടെ വിചാരം? അങ്ങേരെ പോലൊരു കാട്ടാളൻ. ഡി, പതുക്കെ പറ. നീ പറയുന്നത് വല്ലതും സാറ് കേട്ടാ നിന്റെ കാര്യം കട്ട പോകയാ മോളെ. അതിന് സാർ ഇവിടെ ഉണ്ടായിട്ട് വേണ്ടേ? സാർ എന്തോ ആവശ്യത്തിന് പുറത്തു പോയിക്കുക. സാർ എന്നെ വേണമെന്നില്ല, സ്റ്റെല്ല മേഡം കേട്ടാ മതി. അത് സാറിന്റെ ചെവി എത്താനേ അധികം സമയമൊന്നും വേണ്ട. അത് ശരിയാ, അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലേ. അല്ലടി, സത്യം പറ, സാർ എങ്ങനെ നിന്നെ വെറുതെ വിട്ടത്? അതിനുള്ളൊരു ചാൻസും ഞാൻ കാണുന്നില്ലല്ലോ. അതൊക്കെ ഉണ്ട് മോളെ. ഈ സ്നേഹാരോ മോളെ, സ്നേഹയോട് കളിച്ചാലേ കളി പഠിപ്പിക്കുന്നേ. MD വിളിച്ചറിയിച്ചോ അതോ വിളിച്ചു പോവി ആളെ കൂട്ടിയോ? അത് എന്നാലും കൊച്ചേ, നിന്നെ സമ്മതിച്ചു. നിന്നെ കാണാൻ ചെറുതാണെങ്കിലും നിന്റെ നാക്കിന്റെ നീളം ഏകദേശം ഒരു 20 സെന്റിമീറ്റർ എങ്കിലും കാണും. 20 കുറവാ സാറേ. ഏകദേശം ഒരു 50 സെന്റിമീറ്റർ എങ്കിലും കാണുന്ന ഞങ്ങളൊരു നിഗമനം. അയ്യടാ, നിങ്ങളുടെ നിഗമനത്തിന്റെയും അഭിപ്രായത്തിന്റെ ഒന്നും ആവശ്യം ഇപ്പൊ ഇവിടില്ല. ഇത് നമ്മുടെ പ്രശ്നം ഞങ്ങൾ ഡീൽ ചെയ്തോളാം. ഓക്കെ? നിങ്ങൾ തമ്മിലുള്ള പ്രശ്നോ? നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? അതൊന്നുമില്ല. അത് സാർ എനിക്കൊരു ഫയൽ റെഡിയാക്കി തന്നിരുന്നേ, അതിനാ റെഡിയാക്കിയില്ല. അതിന്റെ ചെറിയൊരു പ്രശ്നമുണ്ടേ. അതിന്റെ ഭാഗമായി MD വിളിക്കണം എന്നൊക്കെയാണ് സാറ് പറയണേ. ആണോ സ്റ്റീഫ സാറേ? അതൊക്കെ ഇപ്പോ ആണെന്ന് പറ. അതെ, ഡാനി എനിക്ക് ഇവളെ ഏൽപ്പിക്കാൻ വേണ്ടി ഒരു ഫയൽസ് തന്നായിരുന്നു. അത് ഇവളാണെങ്കിൽ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് ഡാനി തന്നെ ഇവക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പ്ലാനില്ലാത്ത കാര്യങ്ങളല്ലേ സാറേ? ഇല്ല, പ്ലാനിലില്ലാത്ത കാര്യങ്ങൾ തന്നെയാണല്ലോ ഇപ്പൊ ഇവിടെ നടക്കുന്ന. പിന്നെ താനും എന്റെ കൂടെ വന്നേ. എന്തിനാ സാറേ? വാടോ. കർത്താവേ, എന്തിനാണോ എന്തോ. സാറേ വരുന്നു. പിന്നെ ഉണ്ടല്ലോ ആദ്യം ഞാനൊരു കാര്യം പറയാം. എന്ത് കാര്യം? ഞാനും ഡാനി സാർ നേരത്തെ സംസാരിക്കുന്ന കാര്യം സാറ് കണ്ടല്ലോ. അതെന്തായാലും സാറ് കണ്ടു. ബാക്കിയുള്ളവരെ കൂടി അറിയിക്കണ്ട, നമ്മള് മാത്രം അറിഞ്ഞാ മതി. അല്ലെങ്കിൽ അത് ആരെങ്കിലും അറിഞ്ഞാ എനിക്കാ നാണക്കേട്. താൻ ഡാനിയെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തതല്ലേ, അല്ലാതെ നിങ്ങൾ തമ്മിൽ വേറൊന്നും സംഭവിച്ചില്ലല്ലോ. പിന്നെന്തിനാ തനിക്ക് നാണക്കേട്? അതൊന്നുമില്ല. ദൃശ്യം ഈശാനൊക്കെ വിചാരിക്കുന്ന എന്റെ സ്മാർട്ട്നെസ് കൊണ്ടാ സാറിനെ വെറുതെ വിട്ടേതാ. ഇതി പറഞ്ഞ എനിക്ക് നാണക്കേടല്ലേ സാറേ? അത് ശരി. എന്തായാലും ഞാനിതൊന്നും ആരോട് പറയാനൊന്നും പോകുന്നില്ല. പിന്നെ സാറ് വരുന്നത് വരെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ വേണം നോക്കി നടത്താൻ. സാറ് വരാനോ? ഏത് സാറ്? സാറ് ഇവിടെ നിൽപ്പുണ്ടല്ലോ, പിന്നെ ഇതിന് വേറൊരു സാറ്. ഞാനല്ലോ വെച്ചേ, ഡാനി ഒരു മീറ്റിംഗിന്റെ ആവശ്യമായിട്ട് വേറൊരു കമ്പനിയിൽ വരെ പോയിക്കുക. അതുകൊണ്ട് ഡാനിന്ന് വരുന്ന കാര്യം ഉറപ്പില്ല. ചിലപ്പോ വരുവാണെങ്കിൽ തന്നെ രാത്രിയാവും. അതുകൊണ്ട് ഡാനിയുടെ PA നീ വേണം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്താൻ. ഞാനെന്തിനാ നോക്കുന്ന? സ്റ്റീഫൻ സാർ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ ഞാൻ നോക്കണേ? അതെ, ഞാനെടുത്ത മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഹെഡാ, അല്ലാതെ സിയോയുടെ PA ഞാനല്ല. സിയോയുടെ PA നീ ആയ സ്ഥിതിക്ക് ഇവിടുത്തെ CEO ഇല്ലാത്തപ്പോ നീ വേണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ. ഈ ഡയലോഗ് ഞാൻ എവിടെയോ. സിയോയുടെ ക്യാമ്പിലല്ലേ നമുക്ക് ജോബ് കിട്ടിക്കുന്നത്. അപ്പോ സിയോ പറയുന്ന എല്ലാ കാര്യങ്ങളും മോള് വേണം ചെയ്യാൻ. ഒരു ദിവസെങ്ങാനും സിയോ ലീവായ മോക്ക അവിടുത്തെ എല്ലാ ചുമതലയും. അതെ, താൻ ആ പറയുന്നത് പോലെ കേൾക്കുന്നുണ്ടോ? ആരുടെ സ്റ്റീഫ നീ പറയണേ? പോത്തിനോട് വേദവിട്ട് എന്നാ കാര്യം? സ്റ്റെല്ല, നീ നിന്റെ കാര്യം നോക്കി പോയെ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ എനിക്കറിയാം. അങ്ങനെ പറഞ്ഞു കൊടുക്ക് സാറേ. എനിക്കൊണ്ടൊരു ബോസ്. ഈ പെണ്ണുമ്പള എന്തേലും മിണ്ടിയ അങ്ങനെ വായ തുറക്കത്തില്ല. പെണ്ണുമ്പള എന്നിട്ട് സ്റ്റെല്ല, നിന്നോടെ പോകാൻ പറഞ്ഞേ. നിനക്ക് അവിടെ വേറെ ഒരുപാട് ജോലി കാണുമല്ലോ. വെറുതെ ഇതിന് എവിടെ ഇങ്ങനെ കറങ്ങി നടക്കണേ? ഞാൻ പൊക്കോളാം. നീ ഇങ്ങനെ വലിഞ്ഞേറി വരുന്നവർക്കൊക്കെ സപ്പോർട്ട് കൊടുത്തു നിന്നോ. ലാസ്റ്റ് നിനക്ക് തന്നെ പണിയാവും, നോക്കിക്കോ. സാറിന് പണിയായ സാർ അത് സഹിച്ചു. മാഡത്തിന്റെ പണി നോക്കി പോവാൻ നോക്ക്. ഈ സ്റ്റീഫൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന? ഇഡിയറ്റിന്റെ മുമ്പിൽ എന്നെ നാളം കെടുത്തോണല്ലോ. അതെ സ്റ്റീഫൻ സാറേ. എന്നതാ? അത് പിന്നെ താങ്ക് യു. താങ്ക് യു എന്നാത്തിന്? അത് ആ സാധനത്തിനെ ഇവിടുന്ന് ഓടിച്ചു വിട്ടതിന്. അതെ സാറേ, ഞാനാണ് ഇപ്പൊ ഇവിടുത്തെ CEO. അതുകൊണ്ട് എന്നോട് എതിർത്തൊന്നും സംസാരിക്കാൻ പാടില്ല. സിയോ? എപ്പ മുതല്?
അതെ, ഇപ്പോ ഇവിടുത്തെ സിഒ ഇല്ലല്ലോ, സോ പേഴ്സണൽ അസിസ്റ്റന്റ് ആയ ഞാൻ വേണല്ലോ എല്ലാം നോക്കി നടത്താൻ. ഓ അത് ശരി. ആയിക്കോട്ടെ മാഡം, ഈ കമ്പനി തലക്ക് മറച്ചിടാതിരുന്നാ മതി. നോ വേ, ഈ സ്നേഹ അത്തരക്കാരി നഹീ ഹെ. എന്തേലും ഇവിടെ സംഭവിച്ച അതെല്ലാം ഈ എന്റെ തലയിലാവും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം എല്ലാം മാനേജ് ചെയ്യാൻ. ഏയ് സാര പേടിക്കണ്ടെന്നേ, ട്രസ്റ്റ് മീ. ശരി, എന്നാ പിന്നെ തന്റെ ജോലി നടക്കട്ടെ. കർത്താവേ കാത്തോളണേ. സ്നേഹ ആരംഭിക്കലാമാ?